തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡടച്ച് പാർട്ടി സമ്മേളനത്തിന് സ്റ്റേജ് കിട്ടിയ സംഭവത്തിൽ CPIM ഏരിയ സെക്രട്ടറി അടക്കം 10 പ്രതികൾ ഉണ്ടെന്ന് പോലീസ് പറയുന്നു. 19 പ്രതികളുണ്ടെന്ന് പോലീസ് പറയുന്നു. കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെ കേസെടുത്തു. ഈ മാസം 5-ാം തീയതിയായിരുന്നു ഈ സംഭവം നടന്നത്. AV ജയശങ്കർ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടി CPMന്റെ ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ വലിയ വിമർശനങ്ങൾക്കൊടുവിലാണ് പോലീസ് തടി തപ്പാൻ കേസെടുത്തത്. എന്തായാലും 500 പേർക്കെതിരെ എടുത്ത കേസിൽ 19 പേർക്ക് പോലീസ് നിലവിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. 19 പ്രതികളുടെയാണ് പോലീസ് ഈ 500 പേരിൽ നിന്ന് തിരിച്ചറിഞ്ഞത്. ഇവർക്ക് ഇന്നലെ മുതൽ പോലീസ് നോട്ടീസ് അയച്ചു നൽകി. ഈ പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി വഞ്ചിയൂർ ബാബു ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ നോട്ടീസ് ലഭിച്ചു എന്ന് അവർ സ്ഥിരീകരിക്കുന്നു. ഈ സമ്മേളനം ഒരു നിമിഷം, ഇപ്പോൾ CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. നമസ്കാരം ശ്രീ ജോയ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കേസ് വന്നിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം എന്താണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ? നമസ്കാരം ശ്രീകണ്ഠ സാറേ. ഹലോ, താങ്കൾ കേൾക്കാമോ ഞാൻ പറയുന്നത്? നമസ്കാരം. അതായത് റോഡ് അടച്ച് ഗതാഗതം തടസ്സപ്പെടുത്തി എന്ന രീതിയിൽ ഒരു കേസ് വന്നിരിക്കുകയാണ്. ഈ കേസിനെ കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? വഞ്ചിയൂർ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട റോഡ് അടച്ചിട്ടില്ല. അവിടെ ഒരു സബ് റോഡ് ഈ അടുത്ത കാലത്തായിട്ട് ആമയിഴഞ്ചാൻ തോടിന് മുകളിൽ സ്ലാബ് ഇട്ട് ഒരു റോഡ്, അതായത് ഒരു ബൈ റോഡ് പോലെ ഏതാണ്ടൊരു 50 മീറ്ററോളം വരുന്ന നീളത്തിലൊരു റോഡ് നിർമ്മിച്ചിരുന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റേജ് നിർമ്മിച്ചത്. അവിടെയാകട്ടെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് കിടന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ റോഡ് സ്റ്റേജ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അന്നത്തെ ദിവസം ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ മുതൽ വഞ്ചൂർ വരെയുള്ള പ്രദേശം ആകെ സ്മാർട്ട് സിറ്റിയുടെ റോഡ് പ്രവർത്തനത്തിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ ഇടുന്നതിനു വേണ്ടി അടച്ചിരിക്കുകയാണ്. അപ്പോ ട്രാഫിക് വഴിതിരിച്ചു വിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു നിലപാട് അവിടുത്തെ ഏരിയ കമ്മിറ്റി സ്വീകരിച്ചത്. എന്തു തന്നെയാണെങ്കിലും അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അല്ല, അവിടെ ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിട്ടില്ല എന്നാണോ ശ്രീ ജോയി താങ്കൾ പറയുന്നത്? അല്ല, ട്രാഫിക് ബ്ലോക്ക് അവിടെ മെയിൻ റോഡ് ഓപ്പൺ ആയി തന്നെയാണ് കിടന്നിരുന്നത്. അതിനകത്ത് വേറെ ഒരു തടസ്സവും മെയിൻ റോഡിന്, അതായത് വഞ്ചിയൂർ കോടതിയുടെ മുൻവശം, പോലീസ് സ്റ്റേഷന് മുൻവശം വരുന്ന ഭാഗത്ത് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇത് ഇപ്പുറത്തുള്ള ഒരു ചെറിയ ഈ സ്ലാബിന്റെ മുകളിലാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചിരുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായി പീക്ക് അവേഴ്സിൽ ചില ട്രാഫിക് ബുദ്ധിമുട്ട് ഒരുപക്ഷെ വന്നിരിക്കാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന രീതിയിൽ കോടതിയുടെ പരാമർശം വന്നിരിക്കുകയാണ്. മാത്രമല്ല, പോലീസ് ഇപ്പോൾ കേസും എടുത്തിട്ടുണ്ട് 19 പേർക്കെതിരെയും 500 പേരെ കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെയും. അപ്പോൾ പാർട്ടി എങ്ങനെയാണ് ഇനി നിയമപരമായ നടപടികളുമായി നീങ്ങാൻ പോകുന്നത്? അല്ല, അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് അനിശ്ചിതം തുടരുകയല്ലേ. ഇപ്പൊ ഞങ്ങളിപ്പോ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാത്രമാണല്ലോ സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്തെ മുഴുവൻ സ്ഥലവും അടച്ച് ഈ അടുത്ത കാലത്തല്ലേ കോൺഗ്രസ് വലിയ സ്റ്റേജ് നിർമ്മിച്ചത്. അത് താങ്കൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആ സ്റ്റേജിൽ വെച്ചാണ് മുനീറോ മറ്റോ കുഴഞ്ഞു വീണ് എടുത്തോണ്ട് പോയത്. ആ സ്റ്റേജിൽ വെച്ചാണ്. അപ്പൊ അത് അടച്ച് അന്നും പോലീസ് കേസെടുത്തിരുന്നു. അപ്പൊ ഇത് സ്വാഭാവികമായി ചില സന്ദർഭങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്തുകൂടാ എന്നുള്ളത് തന്നെയാണ് കാര്യം. അത് ഞങ്ങൾ മാത്രമല്ല, അതിനകത്ത് നേരത്തെയും നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മേലിലെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്തായിരുന്നാലും അത് വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്കുള്ളത്. ഈ വഞ്ചൂർ സിഐയോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ CPM എങ്ങനെ നീങ്ങും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇല്ല, അത് സ്വാഭാവികമായിട്ടുള്ള കോടതിയുടെ നടപടിക്രമങ്ങളാണ്. ഇത്തരം ചില ഹർജികൾ വരുമ്പോൾ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിക്കുക കോടതിയുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. പോലീസ് എടുത്ത നടപടികൾ പോലീസ് കോടതിയെ ധരിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു ശ്രീ V. ജോയ് മോർണിംഗ് ഷോയിൽ ചേർന്നതിന്. താങ്ക് യു. AV ജയശങ്കർ തുടരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യം ജയശങ്കർ കേട്ടല്ലോ. ഇതാണ് പാർട്ടി നിലപാട് എന്ന് മനസ്സിലായി. പറയും.
CPM അന്ന് ഈ വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെയും സമാനമായ മറുപടി തന്നെയാണ് പറഞ്ഞത്. ഇതിനുശേഷമാണ് പോലീസ് ഇത്തരത്തിൽ വഴി തടസ്സപ്പെടുത്തി അനുമതിയില്ലാതെ ഇത്തരത്തിൽ സ്റ്റേജ് കെട്ടി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കണ്ടാലറിയുന്ന 500 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസമാണ് ഇതിൽ 19 പേരെ പോലീസ് തിരിച്ചറിയുകയും ഇവർക്ക് നോട്ടീസ് അയക്കാൻ ആരംഭിക്കുകയും ചെയ്തത്. ഇതിൽ CPMന്റെ വഞ്ചൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വഞ്ചൂർ ബാബു ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് 19 പേർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ സമ്മേളനം ഈ കേസനുസരിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPMന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന് ഇതുവരെ പോലീസ് നോട്ടീസ് അയച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് തന്നെ CPM ഏതൊക്കെ തരത്തിൽ ന്യായീകരിക്കുമ്പോഴും പോലീസ് തന്നെ ഇതിലൊരു നിയമവിരുദ്ധത കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഹൈക്കോടതിയിൽ ഈ കേസ് എത്തിയപ്പോൾ വലിയ തോതിലുള്ള വിമർശനങ്ങളുണ്ടായി. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ജോയിന്റ് കൗൺസിലും സമാനമായ രീതിയിൽ റോഡ് കയ്യേറിക്കൊണ്ട് സ്റ്റേജ് ഉൾപ്പെടെ കെട്ടി സമരം നടത്തുന്നുണ്ട്. എന്തായാലും ഈ CPM കോൺഗ്രസ് സമരത്തെക്കുറിച്ച് പറഞ്ഞു സ്കേൻ, നമ്മളും ആ സമരം റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ്. ഈ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ കക്ഷികളും ആളുകളും എല്ലാം തന്നെ സമരം നടത്താറുണ്ട്. പക്ഷേ ഒരു പാർട്ടി പരിപാടിക്ക് വേണ്ടി പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇത്തരം സ്റ്റേജുകൾ കെട്ടി ഇല്ലെങ്കിൽ വഴി തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് അതിനെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പാർട്ടി സമ്മേളനത്തിന് പാർട്ടി പരിപാടിക്ക് വേണ്ടി ഈ അടുത്തൊന്നും തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ വഴി മുടക്കിയതായി നമുക്കറിയില്ല. നമ്മൾ തിരുവനന്തപുരത്ത് ഉള്ളവർ തന്നെയാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരുകയാണ്. ഈ ഹൈക്കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ കർശന നടപടിയിലേക്ക് തന്നെ പോലീസ് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി MB ഗോവിന്ദന് പോലീസ് നോട്ടീസ് നൽകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ നിലവിൽ നൽകിയിട്ടില്ല. പോലീസിൻ്റെ നിയമ നടപടികൾ ഈ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ബന്ധപ്പെട്ട് തുടരുന്നുണ്ട്. CPM ഉന്നയിച്ച വാദം തള്ളിക്കൊണ്ട് തന്നെയാണ് പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. SK. താങ്ക് യു. EV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.